ഇതൊക്കെയാണ് വരാൻ സാധ്യത. ആൾക്കാരുടെ സ്ഥലം വെള്ളം കടിക്കും, വെള്ളം കൊണ്ട് ഈറ്റയാണ്. ഇതിലുള്ള എല്ലാ സെറ്റപ്പുള്ള സ്ഥലമാണ്. വെള്ളം നോക്കിയാലോ. ഇതാണ് മക്കുവള്ളി എന്ന ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. കൃഷി സ്ഥലമാണ്. നമ്മൾ നെല്ലാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ ഈ മലയിലും ഇവിടെ റബ്ബറുണ്ട്. ഈ മലയിലൊക്കെ നമുക്ക് ഈ കുരുമുളക് കാപ്പിയൊക്കെ എല്ലാം കർഷകരാണ്. ഈ ഫാമിലി ഒന്നും ഇല്ല. ഒരു 10-50 ഫാമിലി കാണുമായിരിക്കും തോന്നുന്നു. നമ്മൾ ഞങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ പരിചയക്കാരുടെ വീടാണ്. നെല്ലെല്ലാം കൊയ്ത് കഴിഞ്ഞു. നല്ല ചെടിയാണ് അല്ലേ? ഒരു ചെടി നല്ല കട്ടി ചെടി കേട്ടോ. ആ വണ്ടി ഇറങ്ങി കൊയ്യുന്നുണ്ടോ? വണ്ടി വന്നാൽ കൊയ്യുന്നു. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ഇറിഗേഷനാണ് കൊടുക്കുന്നത്. അതിൻ്റെ വർക്കാണ് ഇവിടെ പുരോഗമിച്ചിരിക്കുന്നത്. ഈ പറമ്പിൽ ഏകദേശം 8 സോളിനോട് വാല്യൂ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് വാല്യൂ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് സോളിനോട് വാല്യൂ. സോളിനോട് വാല്യൂവിൻ്റെ പാരലായിട്ട് നമ്മളൊരു സാധാരണ വാല്യൂ പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം മാനുവലായിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ 2 നേരം രാവിലെയും വൈകുന്നേരം ഈ തോട്ടം കംപ്ലീറ്റ് നനയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതാവോ കാണുന്നത്. ലാസ്റ്റ് കാണുന്നതാണ് നമ്മുടെ മോട്ടറൊക്കെ ഇരിക്കുന്ന മോട്ടറിൻ്റെ ഹൗസ്. അതുകൂടാതെ അതിൻ്റെ പുറകിലൊരു അരുവി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ അരുവിയുടെ അങ്ങറ്റത്താണ് അവിടെ ഒരു കിണറുണ്ട്. ആ കിണറിലാണ് നമ്മൾ ടെക്സ്മോയുടെ സബ്മേഴ്സിബിൾ മോട്ടർ 450 ഹെഡുള്ള ഒരു പ്രത്യേക മോട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ ഭയങ്കര ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇത്രയും ഭാഗത്തേക്ക് വെള്ളം നമുക്ക് പ്രഷറിൽ കിട്ടുമെങ്കിൽ അതുപോലെ മോട്ടർ ഉപയോഗിച്ചാലേ കിട്ടുള്ളൂ. ഇതിങ്ങനെ പറമ്പ് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അറിയുന്നുണ്ട്. നടക്കാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. ഏകദേശം പൈപ്പിൻ്റെ വർക്ക് ഇന്നത്തെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ 2-3 ദിവസം മുമ്പ് പണിതാണ്. ഇനിയിപ്പോൾ ഇന്നത്തെ ഈ ഒരു വർക്ക് കൊണ്ട് ഏകദേശം ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തുന്ന പ്രതീക്ഷയിലാണ് പോകുന്നത്. ചെറിയ ചെടിയാണ്, ഈ വർഷം പ്ലാന്റ് ചെയ്ത ചെടിയാണ്. പിന്നെ ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ലാസ്റ്റ് എൻഡ് കണ്ടോ, ഇതിൻ്റെ ഇങ്ങേ വശം ഇത് ഫോറസ്റ്റാണേ. ഞങ്ങളുടെ ഫോറസ്റ്റാണ്. ആ എൻഡാണ് നടക്കുന്നത്. ആ ഫോറസ്റ്റിൻ്റെ എനിക്ക് കീപ്പോട്ട് വരുന്നുണ്ട്. ഒരു വലിയൊരു മരം വെക്കുന്നുണ്ടോ, എൻ്റെ ആഞ്ഞിരിയാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാൽ അങ്ങോട്ട് നമുക്ക് എൻട്രൻസ് ഇല്ല. അത് കംപ്ലീറ്റ് ഫോറസ്റ്റ് ഏരിയ ആണ്. അങ്ങോട്ട് ആ ഏരിയ ഏത് കീപ്പോട്ട്. ഇവിടെ ഈ ഭാഗത്തൊന്നും ആനയും കുഴപ്പമൊന്നുമില്ല. മറ്റു മൃഗങ്ങളൊന്നും കണ്ടിട്ടില്ല ഇവരായിട്ടും. നമ്മൾ പോരുന്ന വഴിയിലൊക്കെ ഉണ്ട് ആനയൊക്കെ ഉള്ള സ്ഥലമാണ്. ഞാൻ നിൽക്കുന്നപ്പോൾ ഭയങ്കര ഉയരത്തിലാണ് നിൽക്കുന്നത്. താഴെ ദൂരെ കാണാം നിങ്ങൾക്ക്. ഞങ്ങൾ ഫോക്കസ് ചെയ്യാം. ദൂരെ അരുവി പോകുന്നത് കാണാം. അരുവി പോകുന്നത് ഇവിടെ കാണണ്ട. അരുവി കാണാൻ ഈ അരുവിയിൽ വെള്ളം പറ്റില്ല. എപ്പോഴും ഫുൾ ടൈം വെള്ളം. പിന്നെ മുകളിലേക്കൊക്കെ വലിയ മലയാണ്. മുകളിലേക്കൊക്കെ ഞാനൊരു മലയുടെ മുകളിൽ നിൽക്കണേ. അതുപോലെ തന്നെ വലിയ മലകളാണ് ചുറ്റോട് ചുറ്റും. ഇത് കണ്ട വലിയ മലകളാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാഫ് ഇതോടെ ഇങ്ങനെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിസ്റ്റമായിട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ മോട്ടോർ പെരയിൽ നിന്നുള്ള വ്യൂ ആണ്. ഏതാണ്ട് ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഈ സിസ്റ്റം ഒന്ന് ഇൻസ്റ്റലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ആദ്യം വയറിംഗ് എല്ലാം കാണാം. എല്ലാ വയറിലും വാൽവിൻ്റെ എല്ലാം വയറുകൾ ഇവിടെ ഒന്ന് എടുപ്പുണ്ട്. മോട്ടറിലേക്ക് വന്നിട്ട് ഈ പറമ്പിലേക്ക് വാൽവ്സ് എല്ലാം പോയിട്ടുണ്ട്. അതിൻ്റെ കണക്ഷൻ മൊത്തം നമ്മൾ വന്നിട്ടുള്ളത് ഇതിലെ വന്നാൽ മുറിക്കകത്ത് കയറിയാണ്. അത് കഴിഞ്ഞാൽ വയറെല്ലാം ഇതിൻ്റെ റൂമിൽ വന്നിട്ട് നമ്മൾ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തു. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റലൈസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റലൈസേഷൻ പ്രോസസ്സ് ചെയ്യും. എന്തിനാണ് ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈൻ വോൾട്ടേജ്, അതായത് മോട്ടർ എടുക്കുന്ന കറണ്ട്, ഇതെല്ലാം മെമ്മറി കഴിഞ്ഞ് ആദ്യത്തെ പ്രാവശ്യം തന്നെ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് കറണ്ട് മെമ്മറി വയ്ക്കും. അപ്പോൾ അതിന് ശേഷം നമുക്ക് മോട്ടർ കറണ്ട് എടുക്കാതെ വല്ല പരിപാടിക്ക് ഓട്ടോമാറ്റിക് ഓഫ് ചെയ്യാൻ വേണ്ടിയാണ് ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഓക്കെ എല്ലാം ഓക്കെയാണ്, വോൾട്ടേജ് ഓക്കെയാണ്, മോട്ടറിൻ്റെ ഫ്ലോ എല്ലാം ഓക്കെയാണ്. ഇൻസ്റ്റലേഷൻ സക്സസ് ആയി കാണിക്കും. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ലൈൻ വോൾട്ടേജ് 224 കാണിക്കുന്നുണ്ട്. അതുപോലെ ADC വാല്യൂ 157 ആണ്. അതൊരു റേഷ്യോ വാല്യൂ ആണ്. നമ്മൾ കറണ്ടിൻ്റെ റേഷ്യോ ആണ് കാണിക്കുന്നത്. ഇൻസ്റ്റലേഷൻ സക്സസ്, അതായത് ഇപ്പം നമ്മുടെ എല്ലാ വർക്കുകളും ഏതാണ്ട് നോർമലായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 6 വാൽവാണ് കാണിക്കുന്നത്. 6 വാൽവിൻ്റെ സ്റ്റാറ്റസ് ആണ് മുകളിൽ കഴിയും 1 2 3 4 കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ടൈമും ഡേറ്റ് സെറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് നമ്മൾ സ്ലോട്ട് 1 ആണ്.
ഇതിനകത്ത് 6 സ്ലോട്ടാണുള്ളത്. അതിൽ 6 സ്ലോട്ടിൽ 2 നേരം ഇടാൻ പറ്റും. അപ്പോൾ രാവിലത്തെ സ്ലോട്ട് 1 8 മണിക്ക് ഇട്ടു, അത് 5 മിനിറ്റ് ഓണാക്കാൻ പറഞ്ഞു. രണ്ടാമത്തെ സ്ലോട്ടിൽ 4 മണിക്ക് അടിക്കാൻ പറഞ്ഞു, 5 മിനിറ്റ് ഓണാക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വാൽവ് സേവ് ചെയ്തു. ഈ സ്ലോട്ട് 2ൽ രണ്ടാമത്തെ വാൽവാണ്. അതിന് ഇതുപോലെ 8 ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ നമുക്ക് 6 വാൽവ് നമുക്ക് വ്യത്യസ്ത അളവിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. ഇത് തന്നെയാണ് ഈ ആർക്കും കാണിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കിടന്നോളും. രാവിലെയും നനയ്ക്കും, അതുപോലെ വൈകുന്നേരം നനയ്ക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്.